KSUവും സർക്കാരും തമ്മിൽ വലിയ പോര്, അതിരൂക്ഷമായിട്ടുള്ള പോര് എന്ന തരത്തിലേക്കൊന്നും നിങ്ങളതിനെ കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സ്വാഭാവികമായും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ആ വിഷയത്തിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായൊരു വിഷയമാണ്. അതിൽ ഞങ്ങളുടെ ആശങ്കകൾ ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിരുന്നു, പാർട്ടിയെ അറിയിച്ചിരുന്നു. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു വരി കൂടുതലോ ഒരു വരി കുറവോ പറയാതിരിക്കുകയാണ് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഞാൻ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആ വിഷയം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ സർക്കാരിന് മുൻപിൽ സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ഇവിടെ KSUവിനെ കാണാതിരിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നു, വി ആർ വെയിറ്റിംഗ് ടു മീറ്റ് അവർ CM. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ജനാധിപത്യ കാഴ്ചപ്പാടുകളുള്ള ഒരു പാർട്ടിയാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ച് ഒരു പോയിന്റിലെത്തും. അതാണ് പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും നിലപാട്. പക്ഷേ മുഖം നഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. കാരണം ആരോഗ്യ പിന്തുണച്ച ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ രംഗത്ത് വരുന്നു, എതിരായിട്ട് വരുന്നു, പോസ്റ്ററുകൾ പതിക്കുന്നു. ഇതിങ്ങനെ മുമ്പോട്ട് പോയി അല്ല, അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു വരി കടന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വരി കൂടുതലോ കുറവോ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി മാധ്യമങ്ങളുടെ മുൻപിൽ ഞാൻ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലും കാണാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകില്ലെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹവുമായി നിരന്തരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയും ഈ വിഷയത്തിൽ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം KSUക്കാരുടെയോ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലേക്കുള്ള തിരക്കുകളുണ്ട്. ആ തിരക്കുകളെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാനുള്ളൊരു അവസരം നിങ്ങൾ നൽകൂ. അത് സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വരി പോലും. KC പ്രവർത്തകരെ കൊണ്ട് KC വേണുഗോപാൽ ചുടുചോറ് വാരിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണം പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ KSUക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ചുടുചോറ് വാരിപ്പിക്കുകയാണോ? എന്തെങ്കിലും KSU എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, KSU എന്ന് പറയുന്നത് സ്വതന്ത്രമായ നിലപാടുകൾ പറയാൻ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ്. അത് 1957 മുതൽ 2026 വരെ അത്തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി നൽകുന്നുണ്ട്. അഭിപ്രായം പറയുന്ന കാര്യത്തിൽ അത് ഗ്രൂപ്പിൻ്റെ വാലിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ യാതൊരു ഗ്രൂപ്പ് എലമെൻറ്റുമല്ല. ഇതിൽ KSUക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചു, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് പാർട്ടിയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള നേതാവാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞാൻ നടത്തുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇടപെടലുകൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട് മീഡിയയോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത്. ഇത് അജണ്ടയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നടത്തേണ്ടത് എല്ലാ പരസ്യവും പറഞ്ഞ ശേഷം? ഞാൻ പറഞ്ഞ എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ എല്ലാവരും എഴുതുന്ന വരികൾക്കെല്ലാം മറുപടി പറയുകയല്ലല്ലോ എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ പറയട്ടെ, 100 ആളുകളുണ്ടെങ്കിൽ 100 അഭിപ്രായങ്ങളുണ്ടാവും. ആ 100 അഭിപ്രായങ്ങൾക്ക് മൈക്ക് കെട്ടി അതിനെല്ലാം മറുപടികൾ പറയുക എന്നതല്ലല്ലോ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം. ഞാൻ ഈ വിഷയത്തിൽ ഞാനൊരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിലവിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, KPCC ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും KSUവും സർക്കാരും തമ്മിൽ പോരുമായി മുന്നോട്ട് പോകുന്ന ടാഗ് ലൈനുകളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളിത് തുടരെ ഇത് കേരളത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന തരത്തിലേക്ക് ഒരു നറേഷൻ നിങ്ങൾ കൊണ്ടുപോകരുത്. ഇത് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് SFIയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. SFI കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തികൾ, കൊള്ളരുതായ്മകൾ ചെയ്തപ്പോൾ അതിന് നേരെ വിരൽ ചൂണ്ടിയതിന് ശേഷമാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം. SFIയുടെ പിന്തുണയല്ലല്ലോ നമ്മളിതിൽ ആവശ്യപ്പെടുന്നത്. ഇതിൽ KPCC പാർട്ടി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. അതുകൊണ്ട് അതിനുശേഷം മാത്രം ഇതിലൊരു പ്രതികരണം, പൊതുവായിട്ടുള്ളൊരു പ്രതികരണം നടത്താം എന്ന് മാത്രമാണ്. വ്യക്തിപരമായ പ്രശ്നമല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല. സംസ്ഥാന പ്രസിഡന്റാണോ, മറ്റൊന്ന് മുഖ്യമന്ത്രിയുമാണ്.
മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ആദ്യം ഈ കാര്യത്തിലുള്ള നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി പരസ്യമായി പരാതി പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി KSUവിനെതിരെ അഭിപ്രായം പറയുകയും ചെയ്തു. ഇതിന് ശേഷവും ഈ വിവാദം നീട്ടിക്കൊണ്ടുപോകാതെ അടിയന്തരമായി കാണേണ്ടതല്ലേ? ആ കാണാതെ ഉണ്ടാകുന്നതിന്റെ കാലതാമസമല്ലേ വിവാദം? അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ നയിക്കുന്ന വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഈ വിഷയം മാത്രത്തിന് പ്രൈം കൺസേൺ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കേരളത്തിൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് വരുന്നു. എത്രയോ തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ തിരക്കുകൾക്കെല്ലാം ശേഷം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ കാണും. ഞാൻ ഇന്നലെയും പറഞ്ഞു, VD സതീശൻ ഞങ്ങളുടെ കൂടി നേതാവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വേറെ ചുവരെഴുത്തുകളിലേക്കോ മറ്റ് രീതിയിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. നേതാവാണ് ആലോചിച്ചത് എന്നാണ് VM സുധീരൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് അതെല്ലാ നേതാക്കന്മാരും സ്വാഭാവികമായിട്ടും KSUവിൻ്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കന്മാരും സ്വാഭാവികമായും ആ രീതിയിലേക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം അതിലേക്ക് ഞാൻ ഇനി കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നടത്തി ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ നിൽക്കുകയാണ്. ആ വിഷയത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റിനെ പറ്റിയും ഡീമെറിറ്റിനെ പറ്റിയും ഞാൻ സംസാരിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്താണ്, കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അടുത്താണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംസാരിക്കും, അത് കാണുമ്പോൾ സംസാരിക്കും, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന മറ്റ് വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 2019 മുതൽ US കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഹൈക്കോടതി ഹാജരായ ഒരാളാണ്. അയാളെയാണ് നിങ്ങൾ കുറ്റപ്പെടുന്നതാണെന്ന് ഇപ്പോൾ പറയുന്നത്. അല്ല, ഇത് ആരാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എല്ലാ ആളുകൾക്കും പല അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണിത്. ഓക്കെ, ഈ അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നു, പ്രസ്ഥാനത്തിൻ്റെ നിലപാടായിട്ട് മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് പ്രയാസമുണ്ടായി. അതിൻ്റെ ആശങ്ക ആ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചിട്ട് പറയേണ്ടുന്ന ആളാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അത് ഞാൻ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ മുൻപിലും കേരളത്തിൻ്റെ പാർട്ടിയുടെ മുൻപിലും പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചെവി കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.